Hello guys. Hello. How are you feeling tonight? We feeling amazing. We're here in India. You can see this is our friends from back. They snob now. They don't tell hello. Yeah. This is a vlogger from Israel. Her name is Inbar. Yes. Inbar, yeah. Inbar. We are going to eat schnitzel now. You can We see love the- this place. We love you, India. Come to visit Israel. Very nice country, very nice people. Yeah. Look how beautiful people. Look, all smiling. You know, you should come. He's a good place. Yes, love you, India. Bye bye. Bye bye. Bye bye. איך מכבים את זה? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാലത്ത് തന്നെ എണീറ്റ് 7 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തണവാണ് ചുറ്റും. നമ്മൾ 3 ദിവസം താമസിച്ച നമ്മുടെ അനൂസ് ഗസ്റ്റ് ഹൗസ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. 300 രൂപയാണ് എനിക്ക് ചാർജ് ചെയ്തത്. 300 രൂപ ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേറെ ഫെസിലിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. 300 രൂപ. കാരണം അതെനിക്ക് സേഫായിട്ട് തോന്നി. കാരണം ഇവിടെ ഹംപി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരു സേഫായിട്ടുള്ള ലൊക്കേഷൻ കിട്ടിയ കാരണമായിട്ട് അവിടെ ഇന്നലെ പോയിട്ട് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ വൈഫൈ ഉപയോഗിക്കാം, നല്ല ടോയ്ലറ്റ് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇതുകളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല സ്ഥലം, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇസ്രായേലിയൻസ് ആണ് കൂടുതലും ഇവിടെ ഉള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പയ്യെ യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്നും ഇനി നേരെ പൂനെ അതുപോലെ തന്നെ മുംബൈ ആ സൈഡിലേക്കാണ് പോണത്. അതിൻ്റെ ഇടയിൽ വലിയ ഇങ്ങനെ 2 ദിവസം 3 ദിവസം സ്റ്റേ ചെയ്യേണ്ട സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. ഇനി ആൾക്കാരുകൾ മാറി തുടങ്ങുകയാണ്. ആൾക്കാരുകളുടെ ചിന്താഗതി, ആൾക്കാരുകളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര കയറും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗുജറാത്ത്, അവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ ആഗ്രയിലേക്ക് പോകും, അറിയില്ല. എന്തായാലും കൂടിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും എൻ്റെ നെഞ്ചത്ത് തന്നെയുണ്ട് കേട്ടോ. ടോഡ്, നമ്മുടെ ഓർഗനൈസറായ ബൈക്കേഴ്സ് ക്ലബ്ബ്, എക്ടർ ഫാഷൻ, നാള പെറ്റ്സ് ഹബ്ബ് കുറുക്കഞ്ചേരിയിലുള്ളത്, ഇവരൊക്കെ എല്ലാവരെയും സപ്പോർട്ട്, പിന്നെ നിങ്ങളുടെ പേഴ്സണലി ഉള്ള സപ്പോർട്ടും കൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. കിടിലൻ വ്ളോഗുകളായിട്ട് ഞാൻ മുന്നോട്ട് എത്തും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് പയ്യെ നീങ്ങാൻ കേട്ടോ. ടെൻറ്റ് ഇനി പാക്ക് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. സോ പയ്യെ വിടാൻ കേസ് ഇവിടെ നിന്ന് 9 മണിയായിട്ടാ. 9 മണിയായിട്ടും പിള്ളേർ യൂണിഫോമൊക്കെ മാറിക്കണമെങ്കിൽ 10 മണിയാകുമ്പോഴാണ് സ്കൂൾ തുറക്കാൻ പോകുന്നത് കേട്ടോ. കാരണം റോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അവിടെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായി തുടങ്ങും കേട്ടോ. ഇവിടെ 9 മണിയായിട്ടും അങ്ങനെ സ്കൂളിൽ പോകണമെന്നോ അങ്ങനത്തെ ഒരു തിക്കും തിരക്കും ഒരു ബഹളം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല തടവുണ്ട്, നല്ല കോടയുണ്ട്, മഞ്ഞുണ്ട് നല്ലോണം. പല സ്ഥലങ്ങളിലും ദൂരോട്ടൊന്നും അങ്ങനെ വിസിബിലിറ്റി ഇല്ല. ഉച്ചയ്ക്കുള്ള നമ്മുടെ നാട്ടിൽ 8 മണിക്ക് കിട്ടുന്ന വിസിബിലിറ്റി ഇവിടെ 8 മണി 9 മണി ആയിട്ടില്ല. ആ ഒരു ലെവലിൽ കോടയുണ്ട് കേട്ടോ. നോക്കിയാൽ ആടും കൃഷി. ഓ, എൻ്റെ പണ്ടത്തെ സ്കൂൾ ബസ് മോനെ, അതിൻ്റെ മേലൊക്കെ കയറി ഇരുന്നിട്ടാ പോണ കേട്ടോ സ്കൂളിലേക്ക്. വൈബാണ്. ഇവിടെ എല്ലാവരുടെ വീട്ടിലും കാറല്ല കേട്ടോ ഫ്രണ്ടിലിടാം. ഒന്നല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ ട്രാക്ടർ, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വീടിൻ്റെ മുന്നിൽ ഇതിടാ. നമ്മുടെ അവിടെ വീടിൻ്റെ മുറ്റത്തൊരു കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. അതുപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് വീടിൻ്റെ മുറ്റത്തൊരു 4 പശു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ട്രാക്ടർ ഉണ്ടെങ്കിൽ റിച്ചാണ് അവർ. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിസ്റ്റം. ഹംപി ആ ഗ്രാമം വിട്ട് NH50ലേക്ക് കടന്നു കേട്ടോ. ഹംപിനെ കുറിച്ച് ഓവറോൾ പറയാനാണെങ്കിൽ നമ്മുടെ കൊല്ലങ്കോട് വിജയനഗര ഇതുണ്ടാവുമല്ലോ, ആ എംപയർ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ആ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. കൊല്ലങ്കോട്, ഈ മോണ്യുമെൻറ്റ്സ് എല്ലാം കൊല്ലങ്കോട് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഹംപി കേട്ടോ. സോ നമ്മളങ്ങനെ ഒഫീഷ്യലി NH50ലേക്ക് വീണ്ടും കടന്നു. ഇനിയിപ്പോൾ കുറേ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത ലൊക്കേഷൻ ഉദ്ദേശിച്ചത് പൂനെ, ലോണാവാല, മുംബൈ അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 500 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മൾ റോങ് സൈഡാണ് പോകണമല്ലോ. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ കേട്ടോ അപ്പുറത്തേക്ക്.
ട്രക്ക് സാധാരണ ഒരു ട്രക്ക് ആ ഒരു ഇത്. പക്ഷേ എന്തോ സാധനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിൻഡ് മില്ലിൻ്റെ അടിയിലത്തെ സാധനമാണെന്നുണ്ട്. ഇവിടെ നോക്കി ഇങ്ങനെ ഒരു സാധനം കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ അത് സേഫാണോ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, അതോ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടോ? നോക്കിയേ ഒരു ഇത് കേട്ടോ, കൊള്ളാം. കിടന്നുറങ്ങാൻ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്, കർണാടകയിലാണ് രജിസ്ട്രേഷൻ വണ്ടി. നമ്മളിപ്പോൾ ഏതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഒരു പുലിയുടെയും ഒരു കരടിയുടെയും പടം വെച്ചിട്ടുണ്ട്, ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് തള്ളിയതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. തൊട്ട് മുന്നേ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഘാട്ട് കവറാവുന്നുണ്ട് കേട്ടോ. DF ആഡ് ബ്ലൂ ഒക്കെ കുറേ കണ്ടു തുടങ്ങി ഇപ്പോൾ ഹൈവേയിൽ. ആഡ് ബ്ലൂ ഒന്നും നമ്മളവിടെ എപ്പോഴും അങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഇതുകളൊക്കെ ആയിട്ട് ആഡ് ബ്ലൂ വണ്ടിയിലൊഴിക്കണ. ഇയാളത് ഡീസൽ വണ്ടിയിലാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ കാർ ഹണ്ട് സീരീസിൻ്റെ സമയത്ത് അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാർ ഹണ്ട് നിർത്തിയപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയി കേട്ടോ. വലിയൊരു ഹൈവേ ആണ്, അത്യാവശ്യത്തിനുണ്ട്. 500 കിലോമീറ്റർ ഉണ്ട് പൂനെ എത്താൻ വേണ്ടിയിട്ട്. സമയം 12 മണിയായി കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടില്ല. 12 മണിയായിട്ട് ഫുഡ് കഴിക്കുക. പക്ഷേ നമുക്ക് ഇവിടെ കയറാം കേട്ടോ. ഹൈവേ ആയതുകൊണ്ട് അധികം അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല കേട്ടോ. സോ ഒരു പഞ്ചാബി ധാബ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സൈക്കിളോടെ വെച്ചു. ഒരു ഹൈവേയിലുള്ളൊരു ഇതാണ് കേട്ടോ, സ്പേസാണ്. ഫുള്ള് ലോറിത്താവളം പോലൊരു ഇത്. സോ ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം ഫുഡ്. ഏറ്റവും സേഫ് കഴിക്കാൻ എഗ് റൈസാണ്. അപ്പോൾ എഗ് റൈസ് ഓർഡർ ചെയ്തു. ഇത് വന്നിട്ടുണ്ട്. കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ മിളക് വാട്ടിയതും സബോളയും വന്നിട്ടുണ്ട്. ഇവിടെ സാധനം കൊണ്ട് വയ്ക്കും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. നോക്കിയേ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. കൊള്ളാം. നമ്മുടെ ബാക്കിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ കഴിക്കണ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപയർ കഞ്ഞി കേട്ടോ. ചെറുപയർ മാത്രം, ചെറുപയർ കുറച്ച് വെള്ളത്തിൽ ചേർത്തിയിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അത് കാണണം. ചെറുപയർ മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കില്ലേ നമ്മൾ, കഞ്ഞി കുടിക്കണ പോലെ ചെറുപയറിൻ്റെ മറ്റേ പച്ച കളർ ചെറുപയറില്ലേ, അത് മുളപ്പിച്ച് കഴിക്കണ പയർ, ആ സാധനം കേട്ടോ. അതാണ് അവർ കഴിക്കണത്. ഹായ് आपका नाम क्या है? हाँ पूजारी. हाँ पूजारी. हाय बोलो, लाइव है CCTV. गाड़ी ऐसे चलता है? हाँ क्या? हाँ मोटर नहीं, नॉर्मल साइकिल. मोटर नहीं है, इलेक्ट्रिक नहीं. എല്ലാവരും അതാ ചോദിക്കണേ. ഇത് സെക്കൻഡ് ഹാൻഡ്, दूसरा आदमी का साइकिल है. हाफ प्राइस. ओरिजिनल अच्छा वाला साइकिल 16,000. इधर दूसरा आदमी का साइकिल है. इधर जा रहा है? इधर से केरला टू कश्मीर जा रहा है. कश्मीर हाँ. ये दिस दाबा पंजाबी आदमी का ओनर. हाँ पंजाबी आदमी है ना? सब लोग पंजाबी. हाँ हम इधर अंदर आदमी पंजाबी. हाँ पंजाबी. पंजाब जा रहा है ऑन द वे. कितने दिन में जाएगा? 2 months. 2 months. 2 दिन नहीं, 2 month. 2 मास. मंदिने എന്താ പറയാ ഹിന്ദിയിൽ? 2 हफ्ता. 2 हफ्ता. हाँ 2 हफ्ता. हिंदी थोड़ा मालूम. हाँ हाँ मोटरसाइकिल हेलमेट है. साइकिल लड़ने के लिए हेलमेट. साइकिൾ ഹെൽമെറ്റ് കേട്ടോ. സൈക്കിളിൻ്റെ ഹെൽമെറ്റ്. ഇത് മോട്ടോർ സൈക്കിൾ വയ്ക്കണ ഹെൽമെറ്റ് എന്തെടുക്കാത്തത്? ഇതിപ്പോൾ ചെറുതല്ലേന്ന്. ഓരോരോ സംശയങ്ങൾ രസമായി വരുന്നുണ്ട് കേട്ടോ. ഗോപ്രോനെ കണ്ടിട്ട് മൊബൈലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് CCTV ആണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയെന്നുണ്ടെന്ന് നോക്കിയാൽ. ഇതിലാണ് വെള്ളം. എൻ്റെ ദൈവം, ഇതിൻ്റെ വെള്ളമൊക്കെ എങ്ങനെ കുടിക്കും വിശ്വസിച്ചിട്ട്? വെള്ളം കുടിക്കുക. ഇതാണ് ദാബ സെറ്റപ്പ് കേട്ടോ, ദാബ ഫുഡ്. അപ്പോൾ ഞാൻ എഗ് റൈസ് പകുതിയേ പറഞ്ഞിട്ടുള്ളൂ, കാരണം ഫുള്ള് കഴിക്കാനുള്ള
കൊള്ളാട്ടോ. എഗ് റൈസാണ് പറഞ്ഞത്, ഫുള്ള് കഴിക്കാനുള്ള ഒരു ഇതില്ല. ഹാഫ് എഗ് റൈസാണ് പറഞ്ഞിട്ട്, ഹാഫ് പറഞ്ഞിട്ട് നല്ലോണം തന്നെ ഉണ്ട്, പക്ഷേ എഗ് ഇതിൽ കാണാനില്ല. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് ടെസ്റ്റ് എടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് റൈഡിങ് ഇല്ല, ഇപ്പോൾ 12 മണി 12 നോക്കാം. നമ്മൾ ഫുഡ് കഴിച്ച ദാബയുടെ ഓപ്പോസിറ്റുള്ള HP-യുടെ പെട്രോൾ പമ്പിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് തൊട്ട് സൈഡിൽ നോക്കിയപ്പോൾ, ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ ഇവിടെ ഇതൊക്കെ എന്തിനുള്ള തോട്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കി, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഒരു തോട്ടം, എന്തൊരു പൂവിൻ്റെ തോട്ടമാണ് കേട്ടോ. അതിനുള്ള വിത്തുകളും സാധനങ്ങളൊക്കെ ആണെന്നുണ്ട് ഇപ്പുറത്തുനിന്ന് കണ്ട. അവിടെയൊക്കെ നോക്കിയേ, ആ ഒരു ഏരിയ ഫുള്ള് കേട്ടോ. ഇതൊക്കെ എന്തിനിങ്ങനെ കൃഷി ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇതായിരിക്കും കേട്ടോ. കുറച്ച് ഇതുണ്ട്, ഏരിയ ഉണ്ട്. അത് കണ്ട, നൈസ്. ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടതാ. ഈ പെട്രോൾ പമ്പിൽ HP-യുടെ പമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടോയ്ലറ്റ് ഇല്ല കേട്ടോ, ടോയ്ലറ്റ് അവർ തുറക്കില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് എന്താ ചെയ്തു തോന്നുന്നു. മോനെ അടിപൊളിയായിരിക്കും, രസമായിരിക്കും കേട്ടോ. നീ ഹമ്പി തൊട്ട് തുടങ്ങിയതാ വഴിയരികിലുള്ള ഇത്. ഞാനല്ല, ലൈക്ക് അങ്ങനെ ഇതുകൾ അങ്ങനെ കക്കൂസല തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കുഴി കുത്തുക, അല്ലെങ്കിൽ പറമ്പുണ്ട് പറമ്പിലിറങ്ങി ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ നമ്മുടെ അവിടെ പോലെ ബാത്റൂമിൽ പോക്കും പരിപാടികളൊന്നും ഇല്ല ഇവിടെ. എൻ്റെ ദൈവമേ, ഇത് പടച്ചിട്ടിരിക്കുക കേട്ടോ, ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ സെറ്റ്. ദാബയിൽ ഭക്ഷണം, പെട്രോൾ പമ്പിൽ ഉറക്കം, ഇതാണ് മെയിൻ പരിപാടി. ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അതേ അടുത്ത വണ്ടി. നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. 12 മണി തൊട്ട് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. 12 മണി തൊട്ട് 3 മണി വരെ. ഇന്ന് കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുത്തു കഴിച്ചു. ഇനി നമുക്ക് അടുത്ത പെട്രോൾ പമ്പോ അതിൻ്റെ അടുത്തതുമായിട്ടുള്ള പെട്രോൾ പമ്പ് കണ്ടു കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് തുടങ്ങണം കേട്ടോ. കാരണം ലേറ്റ് ആവും. നമുക്ക് വീഡിയോസും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ പരിപാടികളുള്ളതല്ലേ. എൻ്റെ ഒരു 2 സുഹൃത്തുക്കൾ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. മീൻസ് എൻ്റെ ബാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഹംപി എത്തിയിട്ടുണ്ടാവും, കൊടകരയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവർ രാത്രി 8 മണി 9 മണി വരെയൊക്കെ റൈഡ് ചെയ്യുന്ന പറയണേ. അപ്പോൾ ഞാനിതുവരെ അത്ര റൈഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഹൈവേയിലൊക്കെ എപ്പോഴും ഹോട്ടലും ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എത്ര കിലോമീറ്റർ ആയെന്നറിയാം ഒരു നല്ലൊരു ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് കണ്ടത് ഒരു ഫാമിലി വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ റൂമുണ്ടെന്നുണ്ട്. എന്തായാലും കോഫി എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് നീങ്ങാട്ടോ. ഇപ്പോൾ 1.5 മണിക്കൂറായി റൈഡ് തുടങ്ങിയിട്ട്. അതെ, ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എളുപ്പമല്ല ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ പൊന്നേ, അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. എവിടെ താമസിക്കും, ടെൻറ്റ് എവിടെ അടിക്കും, ഫുഡ് ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിന്നത് ഒരു ടൗണിലായിരുന്നു കേട്ടോ. ചെറിയൊരു അത്യാവശ്യം വലിയൊരു ടൗണിലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ പോന്നു. നമ്മുടെ സൈക്കിള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സൈക്കിൾ ഇവിടെ വെച്ചു. ഒരു ജിയോൻ്റെ പമ്പിലാണ് കേട്ടോ കിട്ടിയത്. ജിയോൻ്റെ അത്യാവശ്യത്തിന് വലിയ സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഒച്ചയും ബഹളവും രാത്രി ഉണ്ടാവാത്തൊരു സ്ഥലത്ത് നമുക്ക് ടെൻ്റ് അടിക്കാം സമാധാനമായിട്ട്. എൻ്റെ പിന്നെ എനിക്ക് രാത്രി ടെൻ്റ് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾക്കറിയില്ല, അത് എനിക്കിങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. പ്ലസ് തൊട്ടപ്പുറത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടിയും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. കിട്ടിലോസ്കി അവർ പറഞ്ഞത് ഇവിടുത്തെ വലിയൊരു റെസ്റ്റോറൻ്റാണ്, പ്യുവർ വെജിറ്റേറിയൻ ആണ്, പക്ഷേ നല്ല കിടിലൻ റെസ്റ്റോറൻ്റാണെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ഇപ്പോൾ തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കന്നഡയിൽ എഴുതിയിരിക്കണേ, അതെനിക്കറിയില്ല. ഗ്രീൻ ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ ചിപ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ സ്നാക്സ് വാങ്ങാനും ഉണ്ട്. എൻ്റെ അമ്മേ അടിപൊളിയായി. ഇന്നത്തെ റൈഡ് അവസാനിച്ചു കേട്ടോ. ഇനി ടെൻറ്റ് അടിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അതൊക്കെ സമാധാനമുണ്ട് കേട്ടോ. പിന്നെയും സമാധാനമുണ്ട്. അത് കർണാടക വണ്ടിയാണ്. ഓക്കെ, ഇപ്പോഴൊരു സമാധാനം സന്തോഷമായി. സെറ്റ്. ഇനി നമുക്ക് ഏകദേശം കുറച്ചധികം കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഈ ആഴ്ച ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഞാൻ കാട്ടിത്തരാം. ഇതാ കണ്ട, ഇവിടെ നിന്ന് ഞാൻ
പൂനെയിലേക്ക് മുംബൈയിലേക്ക് അങ്ങനെ ലൊക്കേഷൻ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി ഏകദേശം 492 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പൂനെ മുംബൈ ആ സൈഡിലേക്ക് എത്തണമെങ്കിൽ പൂനെയിൽ എൻ്റെ ഒരു സൈക്ലിംഗ് സുഹൃത്തുണ്ട്, വീരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടൻ ബൈക്കിംഗ് ഒക്കെ ചെയ്യുന്നൊരു സുഹൃത്തുണ്ട് പൂനെയിൽ. അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിൽ എൻ്റെ മമ്മിയുടെ കുറച്ച് കസിൻ ഉണ്ട്, ഇളയപ്പൻ്റെ, അത് എനിക്ക് ഇങ്ങനെ റിലേഷൻ ഇങ്ങനെ വരുന്നത്. പക്ഷേ ഒരു ആൻറ്റി ഉണ്ട് എൻ്റെ മുംബൈയിൽ നിന്ന് കുറച്ചൊന്ന് ഒരു 10-50 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോകണം. അപ്പോൾ അവിടെ മുംബൈയും മുംബൈ ലോണാവാല അടുത്തൊരു സെക്ഷൻ കിട്ടലായിരിക്കും കേട്ടോ. പക്ഷേ ഇതൊന്ന് മുന്നോട്ട് പോകണം. എപ്പോഴും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് പറയില്ലേ, അതുപോലെ എപ്പോഴും നല്ലതായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. കുറേ കാര്യങ്ങൾ ഈ യാത്രയിൽ ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെൻ്റ് അടിക്കട്ടെ, പകുതി ഒന്ന് സെറ്റിലാവട്ടെ കേട്ടോ ഞാൻ. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട് കേട്ടോ. 7:30 ആയി. ഫുഡൊക്കെ പോയി കഴിച്ചു. അതാണ് നമ്മുടെ പമ്പ് വരുന്നത്, ജിയോൻ്റെ പമ്പ്. ആ സ്ഥലവും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലും ആ മുതലാളിയുടെ, ആ ജിയോ മുതലാളി, ആ പമ്പിൻ്റെ മുതലാളിയുടെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഹോട്ടലാണ്. എന്നോട് ഇവിടെ ടെൻ്റ് അടിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉറങ്ങാൻ കുറച്ച് സമാധാനം ഉണ്ടാവും, വണ്ടികളുടെ സൗണ്ട് കുറച്ച് കുറവുണ്ടാവും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ടെൻ്റ് അടിച്ചു, എല്ലാം സെറ്റായി. ഗുളിക, വയറുവേദന തുടങ്ങി. വയറുവേദനയും വയറിളക്കും, വയറിന് തീരെ പറ്റുന്നില്ല കേട്ടോ. അറിയില്ല, ഉച്ചയിലത്തെ ദാബേലത്തെ ഫുഡ് പണി തന്നൊന്നും തോന്നുന്നുണ്ട്. ഇത് മലയാളിയുടെയാണ് കേട്ടോ അത് വരണത്. താഴെ വരുന്ന ഹോട്ടൽ ഇവിടെ സെറ്റിൽഡ് ആണ് അവർ. അപ്പോൾ മലയാളിയായിട്ട് കുറേ നേരം സംസാരിച്ചു. കരുവന്നൂർ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ പോകുന്നൊരു കരുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, കരുവന്നൂർ പാലമൊക്കെ. അപ്പോൾ അവിടെയുള്ളൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ആൾ ഇന്ന് നാട്ടിലേക്ക് പോയി. ഇവിടുന്ന് നേരെ മംഗലാപുരത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. മംഗലാപുരത്ത് നിന്ന് പിന്നെ എപ്പോഴും ട്രെയിൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ തൃശ്ശൂർക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു വയറുവേദന, എന്താണെന്നറിയില്ല. 2 ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിന് ചെറിയൊരു പഞ്ചർ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയറിൽ എയർ അടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ കാലത്ത് എയർ ലീക്ക് ആവുകയാണെങ്കിൽ വേറെ ട്യൂബ് എടുത്തിടേണ്ടി വരും. അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം മതി. നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ നാളെ കാലത്ത് യാത്ര തിരിക്കും. അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നാളെ കിടലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ വിജാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകട്ടാ. ഇനിയൊരു 400 കിലോമീറ്റർ അടുത്തുണ്ട് പൂനെയിൽ എത്താൻ വേണ്ടിയിട്ട്. പൂനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂനെ, ലോണാവാല, മുംബൈയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കയറി തുടങ്ങൂട്ടാ. തണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. കാശ്മീർ യാത്ര കുറച്ചുകൂടി വൈബായി വരുന്നുണ്ട്, ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് കേട്ടോ 6 മണിക്ക്. ശനി ഞായർ നമ്മൾ വ്ളോഗ് ഇടില്ല, റെസ്റ്റ് ദിവസമാണെന്ന്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നാളെ കാണാം 6 മണിക്ക്. ബൈ.